ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് കോവളം ബീച്ചിലേക്കാണ്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ബീച്ചിലേക്ക് പോകുന്നത് എല്ലായ്പ്പോഴും ഈവനിങ് ടൈം ആയിരിക്കും കേട്ടോ. ഈവനിങ് ടൈമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് സൺസെറ്റും കാണാനായിട്ട് പറ്റും, കുറേ സമയം കളിക്കാനെല്ലാം പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോവളം വന്ന സമയത്ത് അധികം അടിച്ചു വിളിക്കാനൊന്നും പറ്റിയില്ല. സോ അതും കൂടെ മാനിച്ചിട്ട് നമ്മൾ ഇന്നൊരു 4 മണിയാകുമ്പോൾ തന്നെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബീച്ചിൽ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴായിരുന്നു നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ച് പോയത്. അതുമാത്രമല്ല കേട്ടോ, ബീച്ചിൽ ഫുൾ കളിച്ച് ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പെനിയിൽ പോയി ഓരോ ഐസ് ക്യാൻഡി കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഐസ് ക്യാൻഡി. അപ്പോൾ നിങ്ങളുടെയൊക്കെ എന്താണ് ഫേവറേറ്റ് ഐസ് ക്യാൻഡി എന്നുള്ളത് മറക്കാതെ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഷെയർ ചെയ്യൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ് ക്യാൻഡി കഴിച്ച് നേരെ വീട്ടിലേക്കാണ് പോയത്. വീടെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പായി. അങ്ങനെ വിശന്നപ്പോൾ ഞങ്ങൾ കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ച് മന്തി മനസ്സിൽ വന്നു. അൺഫോർച്ചുനേറ്റ്ലി കട അടച്ചു ഗൈസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, അവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൊതിപ്പിക്കുന്നതാണ് തട്ടുകട. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു തട്ടുകടയിലേക്ക് പോയി. തട്ടുകട എത്തിയപ്പോഴേക്കും എന്താ അവിടെ ഫുൾ പൊറോട്ട അടിക്കലായിരുന്നു. പിന്നെ പല വെറൈറ്റി ഓഫ് കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് കഴിച്ച തട്ടുകടയുടെ ഫുൾ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മധുരം പതിവാണല്ലോ. അപ്പോൾ അടുത്തുള്ള ഒരു പ്ലാനറ്റ് സോഡയിൽ നിന്ന് നമ്മളെല്ലാവരും ഒരു തണ്ടർ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഫുഡ് സ്പോട്ടുകളിലും അതുപോലെ അഡ്വഞ്ചർ സ്പോട്ടുകളെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കസിനായ അഖിലാണ് കേട്ടോ. അതുപോലെ നമ്മുടെ അഖിൽ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇന്നത്തെ തട്ടുകടയും കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.